കൊച്ചിയിൽ സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി കോൺഗ്രസ് നേതാവ് വനിതാ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പള്ളികൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്നും കോൺഗ്രസ് ഒരിക്കലും പള്ളികളുടെ മുന്നിൽ സ്ത്രീകളുടെ ചിത്രമുള്ള ബോർഡുകൾ സ്ഥാപിക്കില്ലെന്നും നേതാവിന്റെ വിവാദ പരാമർശം. ഞാൻ ഇന്നലെ കുഞ്ഞോനെ മാലയപ്പീടിയൊക്കെ നിൽക്കുമ്പോ പള്ളിയിൽ പോയി ഇറങ്ങി വന്ന ഒരാളെന്നോട് പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബഷീർ വലിയ പ്രശ്നമായി പോയില്ല ലക്ഷണമായി. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഇതിപ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കാനും പറ്റുന്നില്ല, നിസ്കരിച്ച് ഇറങ്ങി പോകാൻ നമ്മുടെ ഉള്ളയിസത്വം പോവുകയാണ്. നേരെ മുമ്പിൽ കൊണ്ടുവന്ന് കുറെ പെണ്ണുങ്ങളെ പടം വെച്ചേക്ക്. ഞാൻ പറയും ഞങ്ങൾ എന്തായാലും വെച്ചിട്ടില്ല, ഞങ്ങൾ വെക്കാമില്ല. എവിടെ? നമ്മുടെ മാലയപ്പീടിയിലെ മദ്രസയുടെ മുമ്പില് മിനി പിയൂസിന്റെ ഒരു പദം നമ്മൾ വെക്കില്ല. ഇതൊരു പരിപാലനമായ സ്ഥാപനമാണ്. ഒരു പരിപാലനമായ സ്ഥാപനത്തിൽ ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കാൻ പോകുന്നവന്റെ മുന്നിൽ കൊണ്ടുപോയി പെണ്ണിന്റെ പടം വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാളികപ്പള്ളിയിലെത്തിയിട്ടില്ല. മനസ്സിലായോ? ഞാൻ ആ ഭാഷ പറഞ്ഞത് വളരെ ഗൗരവമായി. വിവരങ്ങളുമായി അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, ഇത്തരത്തിൽ സ്ത്രീകളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്രയും വിവാദപരമായി ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഈ ഒരു വാക്കുകൾ കേട്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ സ്ത്രീകളുടെ ചിത്രം വെച്ച ഫ്ലെക്സുകൾ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഏകാഗ്രത നഷ്ടപ്പെടുന്നു എന്ന വാക്കുകൾ പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ മറ്റു ചിലരും. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അത് തന്നെയാണ്. സ്ത്രീകളെ വളരെ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് ഈ കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത്. ഈ പ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത് ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പള്ളിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, സ്ത്രീകളുടെ ഫോട്ടോ വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല തുടങ്ങിയ പരാമർശങ്ങളാണ്, സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് ഇദ്ദേഹം ഈ പ്രസംഗത്തിലുടനീളം പറയുന്നത്. മാത്രമല്ല, നമുക്ക് ഒരു വനിതാ കോൺഗ്രസ് നേതാവിനെയും ആ വേദിയിൽ കാണാം. അവരെ തൊട്ടടുത്തിരുത്തിയാണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുന്നതെന്നാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. മാത്രമല്ല, ഇതിന് കൈയടിക്കുന്ന കുറെ കൂട്ടരെയും, അതായത് കോൺഗ്രസ് നേതാക്കളെ നമുക്ക് ഇയാളുടെ തൊട്ടടുത്ത് കാണാം. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം അത്രമാത്രം സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. കാരണം സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരാൻ പാടില്ല എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മത്സരരംഗത്ത് നമുക്കറിയാം, ഇപ്പോഴത്തെ മത്സരരംഗത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. അതിനടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ പോർലേൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഈ സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളാകാൻ പാടില്ല, അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ പള്ളിക്ക് മുന്നിൽ വെക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ഒരിക്കലും പള്ളികളുടെ മുന്നിൽ സ്ത്രീകളുടെ ചിത്രമുള്ള ബോർഡുകൾ സ്ഥാപിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ കോൺഗ്രസ്, അതായത് അവിടെ ചുറ്റുമിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കൈയെടുത്തതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചയാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ കോൺഗ്രസ് നേതാവിനെതിരെ ഉയരുന്നത്. കോൺഗ്രസ് ആലങ്ങാട് മണ്ഡലം പ്രസിഡന്റാണ് ഈ റഷീദാണ് ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതായത് സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നത്. നേരത്തെ പഞ്ചായത്തിലടക്കം അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടെങ്കിലും 3 തവണ ഇത്തരത്തിൽ പഞ്ചായത്ത് മത്സരിച്ചിട്ടെങ്കിലും തോൽക്കുകയായിരുന്നു. അത്തരമൊരു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന പ്രാദേശിക നേതാവ് കൂടിയാണ് ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ത്രീ വിരുദ്ധത തന്നെയാണ് ആ പ്രസംഗത്തിലുടനീളം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം കൂടി സോഷ്യൽ മീഡിയയിലടക്കം ഉയരുകയും ചെയ്യുന്നുണ്ട്. ശരി, അർച്ചന പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു സ്ത്രീ വിരുദ്ധ പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ സ്ത്രീകളെ തികച്ചും ഇകഴ്ത്തി കാട്ടിക്കൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് പ്രസംഗിക്കുന്നു. എന്നാൽ ആ പ്രസംഗത്തിന് വേണ്ടി മറ്റു നേതാക്കൾ കൈയടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ആ ദൃശ്യങ്ങളെ നമ്മൾ കണ്ടത്. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.